ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ എന്തെടുക്കുകയാണ് എല്ലാവരും പഠിക്കുന്നുണ്ടോ? എവിടെ എത്തി നിങ്ങളുടെ പഠിത്തമൊക്കെ? അപ്പോൾ നമ്മൾ ഇനി ആകെ ഒരു മാസമേ ബാക്കിയുള്ളൂ അല്ലേ? നമ്മൾ പറഞ്ഞ് ഒരു മാസത്തിൽ നിന്ന് ചുരുങ്ങി ഇപ്പോൾ ഇനി ആകെ 20 ദിവസം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും, ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചാൽ തീരുമോ, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി അല്ലേ? അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് നോക്കുന്നത്. നമ്മുടെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, അതായത് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ പോർഷൻസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു സിലബസ് അനാലിസിസിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ സിലബസ് കണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ CUTയുടെ സിലബസിനെ പറ്റിയിട്ട്. അപ്പോൾ സിലബസ് കണ്ട് ആരും പേടിക്കാൻ നിൽക്കണ്ട. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ CUTയുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന സിലബസിൻ്റെ അനുസരിച്ചുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഏതൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ഹിസ്റ്ററി ഓഫ് സൈക്കോളജി, സ്കൂൾസ് ഓഫ് സൈക്കോളജി, ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ, ലേണിംഗ്, മെമ്മറി, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ, ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്, അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ സൈക്കോളജി. ഇങ്ങനെ ഒരു സിലബസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ? എന്തൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം. ഇത് ജസ്റ്റ് ഒരു സെൻറ്റൻസേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. ഒന്ന് നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ്. ഏതൊക്കെയാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ വരിക? സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, ജസ്റ്റാർട്ട് സൈക്കോളജി, സൈക്കോ അനാലിസിസ്, ഹ്യൂമനിസം, എക്സിസ്റ്റൻഷ്യലിസം. അങ്ങനെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് നോക്കിയേ, സൈക്കോഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ത്രെഷോൾഡ് എന്താണ്, JND എന്താണ്, പിന്നെന്താണ് അറ്റൻഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റൻഷൻ എന്നൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. സ്കൂൾസ് ഓഫ് സൈക്കോളജി അതിലുള്ള ഒരു 5 സ്കൂൾസും, അതുപോലെ തന്നെ സൈക്കോഫിസിക്സിൽ വരുന്ന JND ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേച്ചർ ഓഫ് അറ്റൻഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം, ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ അല്ലേ? ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക എന്താണ്, പ്രൈമറി ഇമോഷൻസിൽ വരുന്ന ഏതൊക്കെ ഇമോഷൻസ് ആണ് എന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ തിയറീസ് ഓഫ് ഇമോഷൻ പല സമയത്തും വളരെ ഈസി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒറ്റ ടിക്കിൽ നിങ്ങൾക്ക് അതായത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഏതാണ് ആൻസർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തിയറീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ജെയിംസ് ലാങ് തിയറി ഉണ്ട്, കനൻ ബാഡ് തിയറി ഉണ്ട്, ഒപ്പണന്റ് പ്രോസസ് തിയറി ഉണ്ട്, കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറീസ് ഓഫ് ഇമോഷൻ, സ്റ്റാസ്ട്രസിംഗർ 2 ഫാക്ടർ തിയറി. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള തിയറീസ് ആണ്. അപ്പോൾ തിയറീസ് ഓഫ് ഇമോഷനിൽ ഇത്രയും തിയറീസ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. പിന്നെ എന്താണ് നീഡ്, ഡ്രൈവ്, ഗോള്, ഇതിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ ടേംസ് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്നുള്ളത്. കാര്യം എന്താ വെച്ചാൽ ഈ ടേംസിനൊക്കെ ഒരേപോലെയുള്ള അർത്ഥം വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഹൈറാർക്കി ഓഫ് നീഡ് തിയറി ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ആഡംസ് ഈക്വിറ്റി തിയറി, റൂമിൻ്റെ എക്സ്പെക്റ്റൻസി തിയറി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ലേണിങ്ങിൽ നോക്കാം. ലേണിംഗ് എന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി നിങ്ങൾക്ക് കുറച്ചുകൂടി രസത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ? ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും വരുന്ന എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, അതുപോലെ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ ലേണിംഗ് എന്ന് പറയുന്നത് അല്ലേ? കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവൽ, അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണ്, ഓപ്പറന്റ് കണ്ടീഷനിങ് എന്താണെന്നൊന്നും ഡയറക്റ്റ് ഇതിൽ ചോദിക്കില്ല. ചിലപ്പോൾ എക്സാമ്പിൾസ് തന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സിൻ്റെ എന്തെങ്കിലും ബേസിലായിരിക്കും ഇത് ചോദിക്കുക. അപ്പോൾ ഇത് മൂന്നും, അതല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. അതിൽ ജസ്റ്റ് വായിച്ചു പോകാൻ പറ്റുന്ന, പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിലുള്ളതാണ് എന്താണ്, സോഷ്യൽ ആൻഡ് കൊഗ്നിറ്റീവ് ലേണിംഗ്. അതിൽ വരുന്നത് ഒബ്സർവേഷണൽ ലേണിംഗ്, പിന്നെ എന്താണ് ഇൻസൈഡ് ലേണിംഗ്, ലാറ്റൻ ലേണിംഗ്. ഇതൊക്കെ ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? അതുപോലെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്.
നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇപ്പോൾ ഇൻസൈഡ് ലേണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലാറ്റന്റ് ലേണിംഗ് എന്നൊക്കെ പറയുന്നത് ചെറിയ വ്യത്യാസങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറിയിൽ മിക്കവാറും കുറച്ച് മോഡൽസ് ആണല്ലേ പഠിക്കാനുള്ളത്. എന്താണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്, പിന്നെ ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി എന്താണ്, പിന്നെ ഇതിൽ വരുന്ന കുറച്ച് ടേംസ് ആണ് ഏതൊക്കെ, ഫ്ലാഷ് ബൾബ് മെമ്മറി, ടിപ്പ് ഓഫ് ദ ടങ് ഫെനോമിനൺ, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് മെമ്മറി, പ്രൈമിങ്, പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ റീകൺസ്ട്രക്റ്റീവ് മെമ്മറി, സോഴ്സ് ഓഫ് മോണിറ്ററിങ്, ഐ വിറ്റ്നസ് ടെസ്റ്റിമണി. ഇതൊക്കെ കുറച്ചും കൂടി നിങ്ങൾ ഈ ടേംസ് ഒക്കെ ഒന്നുകൂടി എന്താണ് റെഫർ ചെയ്തിട്ട് പഠിക്കുക. അതായത് ഇതാണ് കുറച്ചുകൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ചാപ്റ്ററിൽ. പിന്നെ എന്താണ് ഫോർഗെറ്റിംഗ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ അതിൻ്റെ കേർവും, അതിൻ്റെ കേർവിനെ പറ്റി, പ്രൈമസി എഫക്റ്റ് എന്താണ്, റെസൻസി എഫക്റ്റ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നോക്കാം. അടുത്ത ചാപ്റ്ററിൽ കണ്ടില്ലേ ഇൻ്റലിജൻസ് കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയൊരു ചാപ്റ്ററാണ് അല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് കുറച്ച് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നേച്ചർ ആൻഡ് നേച്ചർ കോൺട്രവേഴ്സി. ഒരുപാട് ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഈ നേച്ചർ നേച്ചർ കോൺട്രവേഴ്സിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ തിയറീസ് ഓഫ് ഇൻ്റലിജൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു തിയറീൻ്റെ ബേസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിളോ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ തിയറീസ് എന്തായാലും നിങ്ങൾ മുഴുവനായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ ഇൻ്റലിജൻസിൻ്റെ ടെസ്റ്റുകൾ ഇത് കൊണ്ടുവന്ന ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ എന്താണ് ആപ്റ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്ത് പോവേണ്ട പോയിൻറ്റ്സ് ആണ് ഞാൻ ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചാപ്റ്ററാണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ മേജറായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനിൽ സൈക്കോഫിസിക്സ് എന്താണ് സെൻസറി ത്രെഷോൾഡ്, ആബ്സല്യൂട്ട് ത്രെഷോൾഡ്, ഡിഫറൻസ് ത്രെഷോൾഡ്, ഈ ഒരു ടേമിലൊക്കെ ചെറിയ സ്ലൈഡ് ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്കത് കൺഫ്യൂസ്ഡ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടേംസുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഈ ടെർമിനോളജി എന്തായാലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, വ്യക്തമായിട്ടുള്ളൊരു ധാരണ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവില്ല, കറക്റ്റായിട്ട് ആൻസേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. പിന്നെ അറ്റൻഷനെ പറ്റി പഠിക്കണം. അറ്റൻഷൻ എന്താണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റൻഷൻ എന്താണ്, ടൈപ്സ് ഓഫ് അറ്റൻഷനൊക്കെ എന്താണ്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ജസ്റ്റാൾഡ് പ്രിൻസിപ്പിളും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഈ ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം നിങ്ങൾ ചിലവിട്ടാൽ നിങ്ങൾക്ക് ഇതൊക്കെ കംപ്ലീറ്റ്ലി കവർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തതാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. ഡെവലപ്മെൻറ്റൽ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാര്യം അതിൻ്റെ ബേസിൽ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ജനറ്റിക് ഡിസോർഡേഴ്സ്, ഡൗൺ സിൻഡ്രോം, ഫീനൽ കീറ്റോൺയൂറിയ, ക്ലിനിഫെൽറ്റർ സിൻഡ്രോം, ഇതൊക്കെ എന്താണെന്നുള്ളത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ പ്രീനാറ്റൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ് റിഫ്ലെക്സസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. റിഫ്ലെക്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ വരുന്നതാണ് സൈക്കോ അനാലിറ്റിക് തിയറീസിൽ ഫ്രൂയിഡിൻ്റെയും എറിക്സൻ്റെയും തിയറീസൊക്കെ പിയാഷെയുടെയും ഒക്കെ സ്റ്റേജസൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ തിയറിയിൽ വരുന്ന ആരൊക്കെയാണ്, വൈഗോട്സ്കി, സ്റ്റാൻലി ഹാളിൻ്റെയൊക്കെ പേഴ്സ്പെക്റ്റീവ്സ് നിങ്ങൾ പഠിക്കണം. പിന്നെ അറ്റാച്ച്മെൻറ്റ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിലെന്താണ് ഹർലോൻ്റെ ഒക്കെ അറ്റാച്ച്മെൻറ്റിൻ്റെ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മേരി എയിൻസ്വർത്തിൻ്റെ ഒക്കെ കേട്ടോ, കൊണാർഡ് ലോറൻസിൻ്റെ ഒക്കെ. പിന്നെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി പഠിക്കണം കേട്ടോ. ഇത്രയുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് കൊഗ്നിഷൻ ആൻഡ് ലാംഗ്വേജ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് കമ്പണൻസ് ഓഫ് തോട്ട് നിങ്ങൾ പഠിക്കണം.
ഇമേജസും കൺസെപ്റ്റ്സും പ്രപ്പോസിഷനും അതൊക്കെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ റീസണിങ്, എന്താണ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ബേസിക് സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ റീസണിങ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺഫർമേഷൻ ബയസ് എന്താണ്, ഹൈൻസൈറ്റ് ബയാസ് എന്താണ്. പിന്നെ സ്ട്രാറ്റജീസ് ഓഫ് പ്രോബ്ലം സോൾവിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ ക്രിയേറ്റിവിറ്റി എന്താണ്, ഓക്കെ, ക്രിയേറ്റിവിറ്റീൻ്റെ അതിൻ്റെ സ്റ്റേജസ് എന്താണ്, പിന്നെ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട കുറച്ച് പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചാപ്റ്ററാണ് അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത്. അബ്നോർമൽ സൈക്കോളജിയിൽ നിങ്ങൾ എന്താണ് നോർമൽ അബ്നോർമൽ എന്നുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും, അതൊന്ന് ക്ലാരിറ്റി വരുത്തി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ICDയും DSMഉം നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഡിവിഷൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഏതാണ് ആക്സിസ് 1 ഡിസോർഡറിൽ വരുന്ന ഏതൊക്കെ ഡിസോർഡേഴ്സ് ആണുള്ളത്, എന്താണ് മൂഡ് ഡിസോർഡേഴ്സ്, എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ ഡിസോർഡേഴ്സിനും നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും നിങ്ങളൊന്നറിയാം. ഏത് ഡിസോർഡറിനാണ് സൈക്കോതെറാപ്പി യൂസ് ചെയ്യേണ്ടത്, ബിഹേവിയർ തെറാപ്പി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററാണ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ബ്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ലോബ്സിൻ്റെയും ഫങ്ഷനും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സൊക്കെ. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ന്യൂറോണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ബ്രെയിൻ ഇമേജിങ് ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ചില ഗ്ലാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിൽ ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് ഡിസോർഡേഴ്സ് ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തൊരു ചാപ്റ്ററാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് വരുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, അതുപോലെ തന്നെ നോംസ് എന്താണെന്ന് ചോദിക്കാം, അതുപോലെ തന്നെ എന്താണ് ഹൈപ്പോത്തിസിസ്, ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്, പിന്നെ വാരിയബിൾസ് എന്താണ്, സാമ്പിളിംഗ് എന്താണ്, പിന്നെ ഡാറ്റ കളക്ടിങ് ടെക്നിക്സും ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. നിങ്ങൾ ജസ്റ്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ വളരെ ചെറിയ പോയിന്റ്സ് ആണ്. എന്താണ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യനെയർ, എന്താണ് ഈ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്സിലൊക്കെ വരുന്നത് എന്നൊക്കെ വളരെ ചെറിയ പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ ഒറ്റ വായനയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും കേട്ടോ. അടുത്ത ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ സൈക്കോളജി അല്ലെങ്കിൽ നിങ്ങൾ CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് നിങ്ങൾക്ക് സൈക്കോളജി റിലേറ്റഡ് അല്ല എന്ന് തോന്നുന്ന ഒരു സൈഡാണല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിയിൽ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള, അതായത് വളരെ ടഫായ രീതിയിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എന്നാലും സ്റ്റാറ്റിയിൽ കുറച്ച് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റൊക്കെ കുറച്ച് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. പിന്നെ സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്, മെഷേഴ്സ് ഓഫ് വാരിയബിലിറ്റി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വായിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന്നൊക്കെ ചിലപ്പോൾ ഒരു റിസർച്ചിന് ഇതിന്നൊക്കെ കുറച്ചുകൂടി നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാർട്ടിൽ നിന്ന്. പക്ഷേ കൺസെപ്റ്റ് വളരെ സിമ്പിളാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള രീതിയിൽ മാത്രമേ ഇതൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഫാസ്റ്റ് 1 പേഴ്സണാലിറ്റി ആണ്. പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങൾ ഇതുവരെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നോക്കാൻ. കാരണം ഇതിൽ വരുന്ന തിയറീസൊക്കെ നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ പഠിച്ച് കടന്നു വന്നിട്ടുള്ള അതിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കുന്ന അല്ലെങ്കിൽ സെയിം തിയറീസൊക്കെ തന്നെയാണ്. ഇപ്പോൾ പേഴ്സണാലിറ്റി ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈപ്പ് തിയറീസ്, ട്രേറ്റ് തിയറീസ്, ബിഹേവിയറൽ തിയറീസ്, ഹ്യൂമനിസ്റ്റിക് തിയറീസ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കി ബിഹേവിയർ തിയറീസിൽ BF സ്കിന്നർ. അപ്പോൾ നമ്മൾ മുന്നേയുള്ള ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണ് സ്കിന്നർ കൊണ്ടുവന്ന കാര്യങ്ങളും റെയിൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും ഒക്കെ അല്ലേ. പിന്നെ ബെന്തോറേൻ്റെ സോഷ്യൽ ലേണിംഗ് തിയറി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സിലബസ് ഒന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഹ്യൂമനിസ്റ്റിക് തിയറീസിൽ ആരൊക്കെയാണ്, അബ്രഹാം മാസ്ലോവിൻ്റെ തിയറി, കാർൽ റോജേഴ്സിൻ്റെ തിയറി, ഇതൊക്കെ നിങ്ങൾ ഈ സിലബസിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ആളാണെങ്കിൽ
നിങ്ങൾ കടന്നു വന്നിട്ടുള്ള വളരെ കുറച്ച് പേരുകളെ നിങ്ങൾ അറിയാത്തതുണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രം കുറച്ചുകൂടി എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ടൈപ്പ് തിയറീസിലായിരിക്കും പിന്നെ നിങ്ങൾ കാണാത്ത കുറച്ച് തിയറീസ് ഒക്കെ വരിക. ഇത് വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള തിയറീസാണ് ടൈപ്പ് തിയറീസിലൊക്കെ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണ്, പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്. പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൽ നോക്കിയ സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രീസ് എന്താണ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണിത്. ഏതൊക്കെയാണ് ടെസ്റ്റുകൾ എന്നൊക്കെ വരുന്നതൊക്കെ ഈ ഒരു പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു സിലബസ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിതിൽ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം എന്താ വെച്ചാൽ നമ്മളെ CUT സിലബസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ കുറച്ചൊക്കെ ഉറക്കമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങളെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇപ്പോൾ നിങ്ങൾ ഏത് റൂട്ടീനാണ് ഫോളോ ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി നിങ്ങൾ കുറച്ചുകൂടി അധികം സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് പഠിച്ചാൽ മാത്രമേ ഇനി നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്ന് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ CUT എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഐഫർ നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു ഓൾ.